ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 2, ബൊഹേമിയയിലെ വിശുദ്ധ ആഗ്നസിന്റെ തിരുനാൾ. ബൊഹേമിയയിലെ ഓട്ടോക്കർ 1-ാമൻ രാജാവിൻ്റെയും ഹംഗറിയിലെ രാജ കുടുംബാംഗവുമായ കോൺസ്റ്റൻസിൻ്റെയും മകളായിരുന്ന ആഗ്നസ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിൻ്റെ ചാർച്ചക്കാരിയാണ്. ആഗ്നസിന് 9 വയസ്സുള്ളപ്പോൾ ഫ്രെഡറിക് ദ്വിതീയൻ ചക്രവർത്തിയുടെ മകനുമായ ഹെൻറി വിവാഹ നിശ്ചയം ചെയ്തു. പിന്നീട് ഹെൻറി ഓസ്ട്രിയൻ ഡൂക്കിന്റെ മകളെ വിവാഹം ചെയ്തു. അത് ആഗ്നസിന് അതീവ ആനന്ദത്തിന് കാരണമായി. നിത്യകന്യത്വം പാലിച്ച് താപസ ജീവിതം നയിക്കുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പയുടെ സഹായത്താൽ ആഗ്നസ് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1236 പ്രേഗിൽ ഫ്രയേഴ്സ് മൈനർ സമൂഹത്തിനായി മഠം ആഗ്നസ് സ്ഥാപിച്ചു. വിശുദ്ധ ക്ലാര 5 സന്യാസികളെ അവിടെ താമസിച്ചു വ്രതവാഗ്ദാനം നടത്തി. ആഗ്നസ് താമസം വിന അവിടെ മതശ്രേഷ്ഠയായി. ആഗ്നസിന്റെ ദൈവവിളിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും മഠാധിപ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും മാതൃസഹജമായ വാത്സല്യത്തോടെ വിശുദ്ധ ക്ലാര എഴുതിയ കത്തുകൾ വളരെ പ്രസിദ്ധമാണ്. ചെക്ക് പ്രദേശങ്ങളിൽ സമാധാനം പുലരുന്നതിനായി ആഗ്നസ് പരിശ്രമിച്ചു. ദരിദ്രർക്കായി ആശുപത്രികൾ സ്ഥാപിച്ച് ദരിദ്രരെയും കുഷ്ഠരോഗികളെയും ആഗ്നസ് ശുശ്രൂഷിച്ചു. ദൈവിക പുണ്യങ്ങളുടെ ഉത്തമ സാക്ഷിയായിരുന്ന ആഗ്നസിനെ 1282 മാർച്ച് 12 നിത്യസമ്മാനത്തിനായി കർത്താവ് വിളിച്ചു. 1982 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ആഗ്നസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വിശുദ്ധ ആഗ്നസെ, ഞങ്ങൾക്കു വേണ്ടിയും ലോകം മുഴുവനുമുള്ള മക്കൾക്കായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.